Yes, welcome back to Arcanex. So, മക്കളെ അങ്ങനെ +1 കഴിഞ്ഞ് നിങ്ങൾ +2 എത്തിയിരിക്കുകയാണ്. ചില കുട്ടികൾക്ക് സങ്കടമായിരിക്കും അത് ഈ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷയത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ പേടിക്കേണ്ട, വാല്യുവേഷൻ ഒക്കെ വളരെ ഈസി ആയിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭയങ്കര ടഫ് ആയിട്ടൊന്നും വാല്യൂ ചെയ്യാറില്ല. +1 കഴിഞ്ഞ വാല്യുവേഷൻ ഒക്കെ നോക്കുന്നത് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ +1 മാർക്ക് കുറഞ്ഞു പോയാലും +2 നമ്മുടെ മുന്നിലുള്ള അവസരമാണ്. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാൽ A+ലേക്ക് എത്താം, എന്തൊക്കെ കാര്യങ്ങളാണ് +2 കെമിസ്ട്രിയിൽ പഠിക്കാൻ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിൽ +2 മാർക്ക് കുറഞ്ഞാൽ പോലും +1 മാർക്ക് കുറഞ്ഞാൽ പോലും +2 A+ കിട്ടാനുള്ള ട്രിക്ക് നമ്മൾ പറഞ്ഞു. മക്കളെ, അപ്പൊ ചാപ്റ്റേഴ്സിന്റെ എണ്ണം പറയുകയാണെങ്കിൽ +2 നിങ്ങൾക്ക് 10 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, DNF, കോർഡിനേഷൻ, ഹാലോ ആൽക്കീൻ, ആൽക്കോൾ, ആൽഡിഹൈഡ്, അമൈൻ, ബയോമോളിക്യൂൾസ്. അപ്പോ സെക്കൻഡ് പാർട്ടിലുള്ളത് മൊത്തം ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊന്നു പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പഠിക്കാൻ കുറച്ചുകൂടെ രസകരമാണ്. അതായത് +1 നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിട്ട് ഓർഗാനിക് ഫീൽ ചെയ്യും, എനിക്കറിയാം. പക്ഷെ +2 ഞങ്ങൾക്ക് അറിയാം. പക്ഷെ +2 നിങ്ങൾക്ക് ഓർഗാനിക് വലിയ ടഫ് ഒന്നും അല്ല. പറഞ്ഞുതരാലോ. പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സിനും കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഹാലോ ആൽക്കൈൻ തൊട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൽഡിഹൈഡും ആൽക്കഹോളും ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ മൊത്തം 10 ചാപ്റ്ററുകളായിരിക്കും നമ്മൾ പഠിക്കുക. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. അപ്പൊ ആപ്പിൽ നമ്മൾ ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇനി സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത പ്രാക്ടിക്കൽ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴേ പ്രാക്ടിക്കൽ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രാക്ടിക്കലിന്റെ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തവണ A+ കിട്ടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക പ്രാക്ടിക്കൽ എക്സാം ആണ്. ഇതിൽ പല സബ്ജക്റ്റുകൾക്കും ഫിസിക്സ് എടുത്താലും കെമിസ്ട്രി എടുത്താലും ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും മാത്തമാറ്റിക്സിൽ പോലും പ്രാക്ടിക്കൽ ഉണ്ട്, ലാബ് ഉണ്ട്. ലാബ് എക്സാമിന് 40 മാർക്കാണ് ലാബ് ചെയ്താൽ കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ 4 സബ്ജക്റ്റുകൾക്കായിരിക്കും ലാബ് എക്സാം വരിക. 40ലാണ് ലാബ് എക്സാം വരിക. അങ്ങനെ മൊത്തം 200ലായിരിക്കും ഒരു സബ്ജക്റ്റിന് മാർക്ക് ഉള്ളത്. 200ൽ 180 മാർക്ക് മേടിച്ചാൽ അതിന് മുകളിലേക്ക് A+ ആണല്ലേ. എങ്ങാനും നിങ്ങൾക്ക് +1 മാർക്ക് കുറഞ്ഞാൽ മക്കൾ പഠിക്കണം, നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ പഠിക്കുക. മാർക്ക് +2 ലാബിന് ഫുൾ മാർക്ക് വാങ്ങുക. ലാബിന് ഫുൾ മാർക്ക് വാങ്ങാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഫുൾ ലാബും വൃത്തിയായിട്ട് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്ക് +1 ഒരു 60ൽ 40 ആണെങ്കിൽ പോലും +2 ഫുൾ മാർക്ക് വാങ്ങുക. അതുപോലെ നിങ്ങൾക്ക് എൻട്രൻസിന് ആവശ്യമുള്ളതാണ് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതേപോലെ എൻട്രൻസ് ഈ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ ട്രിപ്പിൾ വാലുവേഷനും ഡബിൾ വാലുവേഷനും ഒക്കെ ആയിരിക്കും. സോ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ അതേപോലെ ഇംപ്രൂവ്മെന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് +2 ബാച്ച് എടുക്കുന്ന കുട്ടികൾക്ക് +1 ബാച്ചിന്റെ ആക്സസും നമ്മൾ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ ഇംപ്രൂവ്മെന്റും ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനുള്ള ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ ഇപ്പോഴേ തുടങ്ങാം. അപ്പൊ നമ്മുടെ PYQs അവൈലബിൾ ആയിരിക്കും. 6 വർഷത്തെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബണ്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വിചാരിക്കും വലിയ ഫീസ് ആണ് ഇതിലൂടെ. ഇതിന് 249 രൂപ പെർ മന്ത് കൊടുത്താൽ മതി. നിങ്ങൾ 3 മാസത്തെ വേണേൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 3 മാസം എടുക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ മാത്രം, അത് ഇവിടെ നല്ല എവിടെ നിങ്ങൾ പഠിക്കാൻ ചേർന്നാലും നിങ്ങൾ ഇഷ്ടമുള്ള ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ മാത്രം കാണുക. NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുക. NCERT ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെ NCERT ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത ബണ്ടിൽ നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. മക്കൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. അപ്പൊ 200ൽ 180+ ആണ് നമ്മുടെ എയിം. A+ന് വേണ്ടിയിട്ടുള്ളത് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഇനി നിങ്ങൾ വിചാരിച്ചാൽ ഏതെങ്കിലും സബ്ജക്ട്സ് ഡൗൺ ആണെങ്കിൽ 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. +2 ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം മക്കളെ. ഡിസംബർ എനർജി നല്ല എനർജി. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.